കോൺഗ്രസ് നേതാവ് ശ്രീ തുണ്ടിൽ നൌഷാദ് കൂടി ചെയ്തു. ശ്രീ നൌഷാദ്, താങ്കൾക്ക് ഈ പ്രദേശത്തുള്ള ആളാണോ? സ്കൂളിനെ പറ്റി അറിയാമോ? ഞാൻ ഈ പ്രദേശത്ത് ശാസ്താംകോട്ട നിവാസിയാണ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ആ, ഞാൻ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലിന്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ എന്താ പറയാ? രാവിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾ തമ്മിൽ കളിച്ചു. കുട്ടികൾ തമ്മിൽ കളിച്ചപ്പോൾ ഒരു കൂട്ടത്തിലുള്ള കൂട്ടുകാര് ചെരുപ്പെടുത്ത് സ്കൂളിന്റെ പുറത്തോട്ടിട്ടു. അത് ഓടിന്റെ പുറത്ത് ഈ മിഥുൻ എന്ന് പറയുന്ന കുഞ്ഞ് ചെരുപ്പെടുക്കാൻ കയറിയതാണ്. ഈ സ്കൂള് ടെറസിനോട് ചേർന്നാണ് ലൈൻ കമ്പി പോയത്. ഈ കുട്ടി അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെയാണ് ആ കുട്ടിയുടെ ദേഹത്ത് കമ്പി തട്ടുകയും ഈ കുട്ടി ഷോക്കേറ്റ് മരണപ്പെടുകയും ചെയ്യുന്നത്. ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള സാവകാശം ഉണ്ടായോ? അറിയാമോ അതിനെപ്പറ്റി നൌഷാദ്? ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ചെറിയ പൾസേ ഉള്ളായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ കഴിവിന്റെ പരമാവധി താലൂക്ക് ആശുപത്രി ശ്രമിച്ചു. പക്ഷേ അരമണിക്കൂറോളം ശ്രമം നടത്തിയിട്ട് ആ കുഞ്ഞിന് ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ശ്രീ നൌഷാദ്, ഇത് ഇപ്പം നമ്മളിപ്പോൾ റോഡിൽ പലയിടത്തും വൈദ്യുതി ലൈൻ താഴ്ന്നു കിടക്കുന്നത് കാണാറുണ്ട്. പക്ഷെ ഒരു സ്കൂൾ കെട്ടിടത്തിനോട് അത്രയും ഒരു കുട്ടി, ഇപ്പം 13 വയസ്സുള്ള ഒരു കുട്ടിക്ക് എത്ര ഹൈറ്റ് ഉണ്ടാവും? അത്രത്തോളം താഴ്ന്നു കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് തറപറ്റി കിടക്കായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ല, തീർച്ചയായും ഇത് സ്കൂളിന്റെ ഭാഗത്തിന് അനാസ്ഥയുണ്ട്, ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്തിന് അനാസ്ഥയുണ്ട്. ശാസ്താംകോട്ട ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം 40,000-ലേറെ കണക്ഷനുള്ള ഒരു ഏരിയയാണ്. ഇവിടെ വേണ്ടത്ര ജീവനക്കാരും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നുമില്ലാതെ നിരന്തരമായ സമരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നടത്തി മുന്നോട്ട് പോവുകയും പരാതി പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കാര്യക്ഷമമായ ഇടപെടലോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഉത്തരവാദിത്വപ്പെട്ട ഏജൻസികളുടെ കയ്യിൽ നിന്നുള്ള ഭാഗപ്പയാണ് ഈ കുഞ്ഞിന്റെ ജീവൻ അപഹരിക്കാൻ കാരണമെന്ന് തന്നെ പറയണം. നേരത്തെ നമ്മൾ ഉല്ലാസ് കോവൂർ സംസാരിച്ചത്. അപ്പോൾ ഉല്ലാസ് പറയുന്നത് സ്കൂളിൽ നേരത്തെ KSBക്ക് ബന്ധപ്പെട്ട അപേക്ഷയൊക്കെ കൊടുത്തിരുന്നു, പക്ഷേ ചെവിക്കൊണ്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും സങ്കടകരമാണ്. ഒരു അനാസ്ഥയിൽ ഒരു കുരുന്ന് ജീവൻ പോലും 13 വയസ്സെന്ന് പറഞ്ഞാൽ എത്ര പ്രായമാണേ? വളരെ സങ്കടകരം എന്ന് പറയുന്നത് കുഞ്ഞു ജീവനാണ്. നമ്മുടെ പ്രത്യേകിച്ച് ഈ വിളന്തറ പടിഞ്ഞാറക്കളുടെ പ്രദേശത്ത് നിന്ന് വരുന്ന വളരെ പിന്നോക്കം നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ്. ഇത് ഇലക്ട്രിസിറ്റി ശാസ്താംകോട്ടയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിൽ നേരത്തെ ഇത് ഈ സബ് ഡിവിഷന്റെ കീഴിൽ വേറെ സെക്ഷൻ ഓഫീസ് ആരംഭിക്കണമെന്നൊക്കെ നിരന്തര പ്രക്ഷോഭങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമാണ്. ഗവൺമെന്റ് മാനുവനുസരിച്ച് 12,000 കണക്ഷന് ഒരു സെക്ഷൻ ഓഫീസാണ്. ഇവിടെ 40,000-ഓളം കണക്ഷൻ ഉണ്ടായണക്കെയും ഒരു സെക്ഷൻ ഓഫീസാണ്. ഈ സെക്ഷൻ ഓഫീസ് വിഭജിക്കണമെന്ന് പറയപ്പെടുന്നത് പതിറ്റാണ്ടുകളുടെ ആവശ്യമുള്ളതാണ്. ജീവനക്കാര് 30 പേരിൽ താഴെയാണ്. കോൺട്രാക്ട് ബേസിലാണ് ഈ കാര്യങ്ങൾ മൊത്തം നടന്നു പോകുന്നത്. ഇത് ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിന് സമാധാനം പറഞ്ഞേ പറ്റൂ. ഓക്കെ നൌഷാദ്, കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ വിളിക്കാവേ, എന്താ വിവരം അറിയാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ തേവലക്കര സ്കൂളിലാണ് ഈ അങ്ങേയറ്റം ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലാണ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്, മിഥുനാണ്. 13 വയസ്സ് മാത്രമാണ് പ്രായം. സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ് ചെരുപ്പെടുക്കാൻ അതിന് മുകളിൽ കയറിയപ്പോഴാണ് അപകടമുണ്ടായത്. സ്കൂളിന് മുകളിൽ കൂടി വൈദ്യുതിയിൽ അപകടകരമായ അവസ്ഥയിൽ പോയിരുന്നു നാട്ടുകാർ പറഞ്ഞു. നേരത്തെ നമ്മളോട് സംസാരിച്ച ഉല്ലാസ് കോവൂരും ഇപ്പോൾ ഈ നൌഷാദൊക്കെ ആ മേഖല അറിയുന്നവരാണ്, അവിടെ തന്നെയൊക്കെ ഉള്ളവരാണ്. അവർ പറയുന്നത് അത്രത്തോളം താഴ്ന്നു കിടക്കുന്നു എന്നുള്ളതാണ്. സ്കൂളിനോട് ചേർന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ടെറസുണ്ട്. ആ ടെറസിൻ്റെ മുകളിലേക്ക് ചെരുപ്പ് വീണു. ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴേക്കും ആ കുട്ടി ഇലക്ട്രിക് ലൈനിൽ തട്ടണമെങ്കിൽ അത്രയും താഴ്ന്ന്, സാധാരണഗതിയിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതിന് അത്രയും താഴ്ന്ന് ആ ഇലക്ട്രിക് ലൈൻ പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. അതിഗുരുതരമായ അനാസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് സ്കൂൾ അധികൃതരുടെ ഭാഗത്തും KSയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ കോവൂർ കുഞ്ഞുമോൻ പറഞ്ഞത് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രിൻസിപ്പൽ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ KSBക്ക് കൊടുത്തിരുന്നു, പക്ഷേ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫോളോ അപ്പ് ഉണ്ടായില്ല എന്നുള്ളതാണ്.